പഴയതും പുതിയതുമായ ഒട്ടുമിക്ക സിനിമകളും ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റം ആസ്വാദ്യകരമായ കാര്യവുമാണ്. പക്ഷേ എല്ലാ സിനിമകളും നമ്മുടെ ഫാമിലിയെയും കൊണ്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പല മികച്ച സിനിമകളും OTT റിലീസ് ആയതിനു ശേഷം മാത്രമാണ് ഇത്രയും നല്ലൊരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയതുപോലും നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. വീട്ടിൽ സിനിമ കാണുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കാൻ വേണ്ടി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് സൗണ്ട് ബാറുമായി കണക്ട് ചെയ്താണ് ഞാൻ കാണാറുള്ളത്. എങ്കിൽ വീട്ടിൽ തന്നെ ചെറിയ ചിലവിൽ തിയേറ്റർ എക്സ്പീരിയൻസിൽ സിനിമ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാനാണ് പ്രൊജക്ടർ റിലേറ്റഡ് വീഡിയോസ് സെർച്ച് ചെയ്തത്. നോക്കിയപ്പോൾ മലയാളത്തിലടക്കം ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. പക്ഷേ 50-100 പ്രൊജക്ടറുകൾ റിവ്യൂ ചെയ്ത യൂട്യൂബർ പോലും അതിലൊരു പ്രൊഫഷണലിസം കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നി. അതായത് സ്ക്രീനെല്ലാം ചുമ്മാ വലിച്ചു കെട്ടി പ്രൊജക്ടറെല്ലാം കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് ചില സമയം റൂമിൽ ലൈറ്റ് പോലും ഓഫ് ചെയ്യാതെയുള്ള റിവ്യൂസ് ഒരു സൈഡിൽ, മറ്റൊരു സൈഡിൽ അങ്ങേയറ്റം തിയേറ്റർ ഫീലിംഗ് കൊണ്ടുവരാൻ ഇന്റീരിയറിന് ഒരുപാട് പണം മുടക്കി വലിയ സ്പീക്കറുകൾ വെച്ച് ചുരുങ്ങിയത് 1 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന തിയേറ്ററുകൾ മറുവശത്ത്. എന്നാൽ എൻ്റെ ബെഡ്റൂം കം സ്റ്റുഡിയോ വെറും 10,000 രൂപയ്ക്ക്, അതായത് ഫാമിലിയും കൊണ്ട് 10 സിനിമ കാണാൻ പോകുന്ന പൈസയ്ക്ക് തിയേറ്റർ ആക്കിയ കഥയാണ് എനിക്ക് പറയാനുള്ളത്. അതും അങ്ങേയറ്റം പ്രൊഫഷണലായി, മികച്ച പിക്ചർ ക്വാളിറ്റിയോടുകൂടി, മികച്ച സൗണ്ട് ക്വാളിറ്റിയോടുകൂടി, ഏറ്റവും ചുരുങ്ങിയ പ്രൈസ് റേഞ്ചിൽ. എങ്ങനെയെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. ലീഡിംഗ് ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊജക്ടർ വാങ്ങിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കണം. 1, നമുക്ക് വാങ്ങിക്കാവുന്ന മികച്ച പ്രൊജക്ടർ ഏതാണ്. 2, ഈ പ്രൊജക്ടർ നമുക്ക് എങ്ങനെ ലോ പ്രൈസിൽ വാങ്ങിക്കാം. 3, എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, നമുക്ക് വാങ്ങാവുന്ന മികച്ച പ്രൊജക്ടർ ഏതാണ്. സ്മാർട്ട് വേണോ, നോർമൽ വേണോ? ഈ ഒരു കാര്യത്തിലാണ് ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയത്. അതായത് 13,900 രൂപയ്ക്ക് സാറ്റ്കോ എന്ന കമ്പനിയുടെ W6 പോളാർ എന്ന സ്മാർട്ട് പ്രൊജക്ടർ നമുക്ക് ലഭ്യമാണ്. അതേപോലെ 9,500 രൂപയ്ക്ക് ആൻഡ്രോയിഡ് അല്ലാത്ത Wzatco എന്ന പ്രൊജക്ടറും ലഭ്യമാണ്. ഇതിലേത് വേണം എന്നാണ് എനിക്ക് മെയിനായി കൺഫ്യൂഷൻ ആയത്. പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ, അതുപോലെ ഇതിൻ്റെ റിവ്യൂസ് എല്ലാം നോക്കിയപ്പോൾ ആൻഡ്രോയിഡ് ഇതിൽ തരുന്നത് ആൻഡ്രോയിഡ് ബേസിക് വേർഷനാണ്. അതുകൊണ്ട് തന്നെ അതിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല എന്നാണ് പലരും റിവ്യൂ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല പല സിനിമകളും ഞാൻ കാണുന്നത് പെൻഡ്രൈവ് സിനിമ കോപ്പി ചെയ്തിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ 4,000 രൂപയോളം അധികം നൽകി എനിക്ക് ആൻഡ്രോയിഡ് പ്രൊജക്ടർ എടുക്കുന്നതിനേക്കാൾ നല്ലത് ബേസിക് പ്രൊജക്ടർ എടുക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനത്തിൽ ഞാനെത്തി. ഇനി ഏതെങ്കിലും സമയത്ത് യൂട്യൂബോ മറ്റോ OTT സർവീസുകളോ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ആമസോൺ ഫയർ സ്റ്റിക്ക് പോലെയുള്ള ഇൻപുട്ടുകൾ നൽകിയാൽ മികച്ച രീതിയിൽ തന്നെ നമുക്കത് ആസ്വദിക്കാനുമാകും. മാത്രമല്ല W6 പോളാറിൻ്റെയും Wzatcoൻ്റെയും ബ്രൈറ്റ്നെസ് 660 ആൻസി ലൂമൻസ് തന്നെയാണ്. മറ്റൊരു കാര്യം, Wzatco എന്ന ഈ ബേസിക് മോഡൽ ലേറ്റസ്റ്റായി സാറ്റ്കോ എന്ന കമ്പനി പുറത്തിറക്കിയതാണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ, ഡിസൈൻ, അതായത് റിമോട്ടിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ ലെൻസ് കവർ ഒരു സ്ലൈഡ് ആയിട്ടാണ് വരുന്നത്. ഇത്തരം ഡിസൈൻ, 5 വാട്ട് ഹൈഫൈ സ്പീക്കർ എന്നിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് പല യൂട്യൂബേഴ്സും എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമാണ്. മറ്റൊരു കാര്യം, യുവ എന്ന പേരിൽ ഒരു ബേസിക് പ്രൊജക്ടർ സാറ്റ്കോ എന്ന കമ്പനി ആദ്യം പുറത്തിറക്കിയിരുന്നു. അതിനേക്കാൾ മികച്ച പ്രൊജക്ടറാണ് Wzatco. ഈ യുവയും Wzatco ഇപ്പോഴും സാറ്റ്കോ എന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ 9,490 രൂപയ്ക്ക് ലഭ്യമാണ്. യുവ എന്ന ബേസിക് മോഡൽ വെറും 400 മാത്രമാണ് ബ്രൈറ്റ്നെസ് ആൻസി ലൂമൻസ് ഉള്ളത്. അതേ പ്രൈസിന് തന്നെ നമുക്ക് Wzatco 660 ആൻസി ലൂമൻസ് ഉള്ളത് ലഭ്യമാണ്. അതുകൊണ്ട് Wzatco എടുക്കുന്നത് ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി ഈ പ്രൊജക്ടർ നമുക്ക് എങ്ങനെ മികച്ച ഒരു പ്രൈസിൽ വാങ്ങിക്കാം. തീർച്ചയായും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സും അതുപോലെ തന്നെ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും നടക്കുകയാണ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ഈ പ്രോഡക്റ്റിന് 10% ഡിസ്കൗണ്ട് ലഭിക്കും. ക്യാഷ് കരോ പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചാൽ വീണ്ടും നമുക്ക് 2-3% എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്ടർ നമുക്ക് ഏകദേശം 8,000 രൂപയുടെ അടുത്ത് മാത്രമേ വില വരികയുള്ളൂ. അപ്പോൾ പ്രൊജക്ടർ സെലക്ട് ചെയ്തു, അത് മികച്ച പ്രൈസിന് എങ്ങനെ വാങ്ങിക്കേണ്ടത് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി പ്രൊജക്ടർ സ്ക്രീൻ എത്ര വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പ്രൊജക്ടറും സ്ക്രീനും തമ്മിൽ മാക്സിമം എത്ര അകലം വരെ നമുക്ക് റൂമിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചിരിക്കും സ്ക്രീനിൻ്റെ സൈസ്. അതായത് നമ്മൾ സ്ക്രീനിൽ നിന്ന് പ്രൊജക്ടർ എത്ര കണ്ട് അകലത്തിൽ വയ്ക്കുന്നുവോ അത്രയും സൈസ് നമുക്ക് പിക്ചറിന് ലഭിക്കും. പിക്ചർ എത്ര വലിപ്പത്തിൽ കാണാം എന്നുള്ളത് നമുക്ക് ത്രോ റേഷ്യോ മുഖാന്തരം അറിയാൻ സാധിക്കും. അതായത് Wzatco എന്ന ഈ പ്രൊജക്ടറിൻ്റെ ത്രോ റേഷ്യോ എന്ന് പറയുന്നത് 1.35:1 ആണ്. ഒരടി ചിത്രം പ്രൊജക്ടർ സ്ക്രീനിൽ കാണണമെങ്കിൽ നമ്മൾ ഈ പ്രൊജക്ടർ 1.35 അടിയെങ്കിലും പിന്നിലേക്ക് വെക്കേണ്ടതുണ്ട്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂം 10 റൂമാണ് എങ്കിൽ 10 അടി മാത്രമാണ് നമുക്ക് മാക്സിമം പിന്നിലേക്ക് വയ്ക്കാൻ സാധിക്കുക. പ്രൊജക്ടറിൻ്റെ ലെങ്ത് കൂടി കൺസിഡർ ചെയ്താൽ നമുക്ക് 9 അടി വയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുക. 9 അടി അകലത്തിൽ പ്രൊജക്ടർ വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ സൈസ് നീളം വരുന്നത് 6.66 അടിയായിരിക്കും. അതായത് 200 സെൻറ്റിമീറ്ററിനടുത്ത് വരും. ഈ വലിപ്പത്തിലുള്ള പ്രൊജക്ട് സ്ക്രീനിന് 486 രൂപയാണ് എനിക്ക് വില വന്നത്. സ്ക്വയർ ഫീറ്റിന് 15 രൂപയിൽ താഴെ മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ സ്ക്രീനിനാണെങ്കിൽ ബാക്കിൽ ബ്ലാക്ക് കോട്ടിങ്ങും ഉണ്ട്. ഒരിക്കലും ഫ്ലെക്സോ തുണിയോ കെട്ടിയാൽ നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി ലഭിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മികച്ച സ്ക്രീൻ മാത്രം വാങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ ഇതൊരു മികച്ച ഫ്രെയിമിൽ വലിച്ച് ടൈറ്റായി ഒട്ടിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മികച്ചൊരു ഫ്രെയിമിൽ ടൈറ്റായി ഒട്ടിച്ച ഒരു സ്ക്രീനിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ സ്ക്രീൻ ഡീറ്റെയിൽ ആയി ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ മികച്ച ഒരു ഫ്രെയിമിൽ ഒട്ടിക്കുകയും സൈഡിൽ ബ്ലാക്ക് ബീഡിങ് വയ്ക്കുകയും ചെയ്തപ്പോൾ ഈ സ്ക്രീൻ വേറെ ലെവലായി. ഇനി പ്രൊജക്ടർ ഫിക്സ് ചെയ്യാനായി ഞാൻ യൂസ് ചെയ്തത് ഡിഷ് ആൻറ്റിനയുടെ പൈപ്പാണ്. അതായത് ഈ ഒരു ക്ലാമ്പ് ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് ഞാൻ പ്രൊജക്ടർ ഫിക്സ് ചെയ്തത്. ഈ പൈപ്പ് ഇത്തരത്തിൽ കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ പ്രൊജക്ടർ ഇടത്തോട്ടും വലത്തോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ക്ലാമ്പ് പ്രൊജക്ടർ നമുക്ക് മുൻപിലേക്കും പിന്നിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കും. ഇതിൽ കീ സ്റ്റോൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ പ്രൊജക്ടറിൽ തന്നെ വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് പ്രൊജക്ടറിലും ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൊജക്ടറിന് 9490 രൂപയാണ് എനിക്ക് വന്നത്. ഇത് ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 1000 രൂപയോളം കുറഞ്ഞേനെ. സ്ക്രീനിന് 486 രൂപയാണ് എനിക്ക് ചിലവ് വന്നത്. ഈ മെറ്റൽ ഫ്രെയിമിന് മാത്രം 400 രൂപയാണ് എനിക്ക് ചിലവ് വന്നത്. അതിൻ്റെ വെൽഡിംഗ് ചാർജ് 200 രൂപയും ബീഡിങ്ങിന് 250 രൂപയും ചിലവ് വന്നു. അങ്ങനെ ടോട്ടൽ 10,826 രൂപ മാത്രമാണ് എനിക്ക് ചിലവ് വന്നത്. ശരി, ഇനി നമുക്കിതിലൊരു വീഡിയോ കണ്ടു നോക്കാം. ഇത് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായും 1-2 മൂവി സോങ്സ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സായും പോസ്റ്റ് ചെയ്യാം. ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകാം. ഈ പ്രൊജക്ടറിൽ തന്നെ 5 വാട്ടിൻ്റെ സ്പീക്കറുണ്ട്. അത് തെറ്റില്ലാത്ത എഫക്റ്റ് ഉണ്ട്. എന്നാൽ കൂടി ഞാൻ ഇവിടെ ക്രിയേറ്റീവ് സൗണ്ട് ബാറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ക്രിയേറ്റീവ് സൗണ്ട് ബാറിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിലും കാണാവുന്നതാണ്. ക്യാഷ് കരോയിലൂടെയാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത്. അവരുടെ ക്യാഷ് ബാക്ക് അണ്ടർ പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത്. അത് വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതുകൂടി കമൻറ്റായി നൽകാം. അപ്പോൾ എൻ്റെ പ്രൈസ് ഇതിലും കുറയും. വീഡിയോയെ പറ്റി ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരം ടെക്നിക്കൽ ഫിനാൻസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റോ ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.